കങ്കാരുവിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ നിൽക്കുവാണ് ഇസയുവയും. ചെറിയൊരു പേടിയുണ്ട്. പറഞ്ഞ കഥകളിലുള്ളതാണല്ലോ ഈ നേരിട്ട് കാണുന്നത്. നമുക്ക് ഫീഡ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് കാര്യമായിട്ടൊന്നും വേണ്ട. ഇവിടെ ഒരാളാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന പോലെ കൊടുക്കാൻ ശ്രമിക്കുവാണ്. നീ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ. ഇസയുവയും ഞങ്ങളോട് പറയുവാണ്, അതിന്റെ അടുത്ത് പോകല്ലേ, പപ്പ എന്നെ മുറുക്കി പിടിച്ചോണേ എന്നൊക്കെ. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ടതല്ലേ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ക്യൂരിയോസിറ്റിയോടെ എന്നാൽ ചെറിയൊരു പേടിയോടെ ഇവരതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ മനുഷ്യരെക്കാളും കൂടുതൽ കാംഗറൂസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. വാലബീസ് എന്ന് പറയുന്ന കാംഗറൂസും ഇതിനിടയ്ക്കുണ്ട്. റിയൽ കാംഗറൂസിന്റെ കസിൻസ് എന്ന് വേണേൽ പറയാം. താരതമ്യേന ചെറുതും ക്യൂട്ടുമായിരിക്കും. ഇതിന്റെ വാല് ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എടുത്ത് പൊക്കാൻ ശ്രമിച്ചു നോക്കുന്നതാണേ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ പോയത് ക്വാലേനെയാണ്. ക്യൂട്ടായിട്ടുള്ള വെൽവെറ്റ് പോലുള്ള രോമമുള്ള ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്നതാണ് ഈ ക്വാല. കാംഗറുവും ക്വാലയും തമ്മിലുള്ള ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് രണ്ടും ഓസ്ട്രേലിയയിൽ മാത്രമേ നേച്ചുറലി വളരുന്നുള്ളൂ. ഇവർ രണ്ടും കുഞ്ഞുങ്ങളെ പൗച്ചിലാണ് വളർത്തുന്നത്. ക്വാലകളുടെ മെയിൻ ഫുഡ് മറ്റ് ആനിമൽസിനൊക്കെ ടോക്സിക് ആയിട്ടുള്ള യൂക്കലിപ്സ്റ്റ് ട്രീന്റെ ഇലകളാണ്. നമ്മുടെ യൂക്കാലി മരത്തിന്റെ. ഒരു ദിവസം 20 മണിക്കൂർ വരെ ഇവർ ഉറങ്ങിക്കളയും കേട്ടോ. എന്താല്ലേ, മുഴുവൻ സമയവും യൂക്കാലി മരത്തിന്റെ മുകളിലായിരിക്കും. സ്ലോ മെറ്റബോളിസം കാരണം ഇവർ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിലും 20 hours ഉറങ്ങുന്നവർക്ക് എന്ത് സ്പീഡല്ലേ. ആകെ 80,000-ഓളം മാത്രമുള്ള ഇവ വംശനാശത്തിന്റെ ഭീഷണിയിലാണ്. ഇത് നടന്നു പോകുന്നുണ്ടല്ലേ കുഞ്ഞു ക്യൂട്ട് വെൽവെറ്റ് രോമമുള്ള കരടികളെ പോലെ. പിടിച്ചങ്ങ് ഞെക്കാൻ തോന്നും അല്ലേ.